2023 പൂനെയിൽ നിന്ന് MSRTC ബസ്സിൽ കയറി 100 രൂപ താഴെ ടിക്കറ്റും വാങ്ങി കാടും മലയും ചുരവും കടന്ന് കടകടാന്നോടുന്ന ബസ്സിൽ വെളുപ്പിനെ 4 മണിക്കൊരു യാത്ര. ഈ ബസ് തിക്കിത്തിരക്കി നിൽക്കുന്നവരെല്ലാവരും ഭീമാശങ്കറിലേക്കാണ്. കാഴ്ചകൾ അതിഗംഭീരം. മനോഹരമായ കൃഷിപ്പാടങ്ങൾ. വെളുപ്പിനെയാണെങ്കിൽ നമ്മുടെ ഇവിടെ സൂര്യനും പോലും. തിങ്ങി നിറഞ്ഞ ബസ്സിൽ എനിക്ക് കിട്ടിയ ചെറിയ സീറ്റിൽ ഒരു അമ്മൂമ്മയും കൂടെ കൂട്ടി. കക്ഷി എന്തൊക്കെയോ മറാഠിയിൽ കലവില എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. എല്ലാം മനസ്സിലായെന്ന ഭാഗത്ത് ഞാൻ തലയാട്ടിക്കൊണ്ടു. പുള്ളിക്കാരത്തേക്ക് മനസ്സിലായെന്ന് തോന്നുന്നു കഥയറിയാത്ത ആട്ടമാണെന്ന്. പിന്നീട് നിശബ്ദമായി. ഭീമാശങ്കറിലേക്കുള്ള യാത്ര വേറൊരു ലെവലാണ്. ഇത്രയും മനോഹരമായൊരു കാട്ടുപ്രദേശം പൂനെക്കടുത്തോ എന്ന് അതിശയിക്കും. അങ്ങനെ ഒരു ചെറിയ കടയിൽ ബസ് നിർത്തി. അവിടെ നിന്ന് ചായയും കുടിച്ച് വീണ്ടും അതേ ബസ്സിൽ യാത്ര. TCS വർക്ക് ചെയ്യുന്ന കുറേ പയ്യന്മാരെയും പരിചയപ്പെട്ട് ബസ്സിലങ്ങനെ കുലുങ്ങി ഒടുവിൽ ഭീമാശങ്കർ ബസ് സ്റ്റാൻഡിലെത്തി. അവിടെ നിന്ന് കുറച്ച് നടന്നാൽ കാണാൻ താഴോട്ടുള്ള പടികൾ. ഇരുവശവും മധുരപലഹാരങ്ങളുടെയും പൂക്കളുടെയും കടകൾ. അച്ഛൻ്റെ മരണകാരണമായവരുടെ കലിമൂത്ത കുംഭകർണൻ്റെ പുത്രൻ ഭീമാസുരൻ 1000 വർഷം തപസാർജിച്ച ശക്തിയാൽ ദേവലോകവും ഭൂമിയും കീഴടക്കി മനുഷ്യരെയും ദേവന്മാരെയും ഉപദ്രവിച്ചുകൊണ്ടേയിരുന്നത്രേ. കൂട്ടത്തിൽ തടവിലാക്കപ്പെട്ട കാമരൂപത്തെ രാജാവ് തടവറയിലിരുന്ന് മണ്ണുകൊണ്ടുണ്ടാക്കിയ ശിവലിംഗത്തെ തൻ്റെ പതിപൂജകൾ അർപ്പിക്കുകയും മഹാദേവൻ ഭീമാസുരനെ തൻ്റെ തൃശൂലത്താൽ ഭസ്മമാക്കുകയും ശിവനിൽ നിന്ന് ഉതിർന്ന വിയർപ്പുതുള്ളി വീണുണ്ടായ ഭീമാ നദിയുടെ ഉത്ഭവസ്ഥാനത്ത് അർദ്ധനാരീശ്വര ഭാവത്തിൽ ഒരു ശിവലിംഗം രൂപപ്പെടുകയും ചെയ്തത്രേ. ഭീമാശങ്കർ ജ്യോതിർലിംഗം. മലയാളത്തിൽ ഭീമാശങ്കറിനെ കുറിച്ചുള്ള വ്ലോഗുകൾ വളരെ കുറവാണ്. തീർച്ചയായും കണ്ടിരിക്കേണ്ട സ്ഥലം. ശുദ്ധവായും പ്രകൃതി ഭംഗിയും ആസ്വദിച്ച ഒരു സ്വർഗം പോലെ ഭൂമിയിൽ ഒളിഞ്ഞിരിക്കുന്ന ഭീമാശങ്കർ. ഒരു കാര്യം മറന്നേ, നമ്മുടെ അമ്മുമ്മയെ ഭീമാശങ്കർ ടെമ്പിൾ വീണ്ടും കണ്ടു. കക്ഷി ഭിക്ഷാടനത്തിന് ഇറങ്ങിയതാണ് കേട്ടോ.